ഞങ്ങൾ US-ലൊരു ഷോ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ തമാശക്ക് ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഗെറ്റപ്പൊക്കെ മാറ്റി പെട്ടെന്നൊരു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ അഭിനയത്തിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഈ ഗെറ്റപ്പിൽ മാറ്റട്ടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ താടി ഇങ്ങനെയൊക്കെ വെച്ച്. അപ്പൊ അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് റിപ്പീറ്റ് ചെയ്താണ് ഇത് പറയുന്നത്. ഒന്ന് ചുരുക്കിട്ടെ ടക്കേന്ന് പേളിക്ക് വേണ്ടി പറയുന്നു പറഞ്ഞിട്ട് അതെ ഞാനൊന്നും ഒരു വാക്ക് ഒരു 2-3 കാര്യത്തിനകത്ത് പറഞ്ഞിട്ട് അപ്പൊ അന്നൊരു ഫ്രണ്ട് എൻ്റെ ഒരു ബോക്സ് വന്ന് എന്നിട്ട് പറഞ്ഞു അവൻ്റെ അമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു വന്ന്. ഞാനധികം ചെക്ക് ചെയ്തില്ല, ആരും അത് സ്വീകരിച്ചില്ല. അപ്പൊ അവന്റെ മദറിന് കൊടുക്കാനുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് അറിയുന്ന ആളാണോ? എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ചാ പോയത്. പുള്ളി അവിടെ നിൽക്കുകയാണ് അമേരിക്കൻ, തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു. സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടു വന്നില്ല. അപ്പൊ എൻ്റെ ഒരു ബോക്സ് വന്നപ്പോൾ ആരും എടുക്കുക വെക്കാത്തതുകൊണ്ട് എനിക്കൊരു സിമ്പതി തോന്നിയിട്ട് ഞാൻ എൻ്റെ ബാഗിലേക്ക് എടുത്ത് വെച്ചു. അപ്പം ഞങ്ങളൊരു ടീമാണ്. എൻ്റെ കൂടെയുള്ളതെന്ന് പറഞ്ഞാൽ ഒട്ടും സംശയം തോന്നാത്ത ആൾക്കാരാണ്. 1 നാദിർ ഷാ, 2 സമദ്, 3 യൂസഫ്, എല്ലാം മുസ്ലിംസ്. എന്നെ കണ്ട മുസ്ലിമാന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ ഒരു പ്രാവശ്യം അവർ ബാഗേജ് പോകല് വീണ്ടും 2-3 പ്രാവശ്യം ഈ എന്താണ് സ്കാൻ ചെയ്തോണ്ടിരിക്കും. 2-3 പ്രാവശ്യം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരനെ വിളിച്ചാണ്. അപ്പോൾ ഞാൻ ചെന്ന് പറയാം, ഡു നോ വാട്ട് ഇസ് ദിസ്? എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. അവർ തുറന്ന് നോക്കിയപ്പോൾ 3 ഇത്രയുള്ള കത്തി, പിന്നെ ഒരു ഫുള്ള് ഇത്രയുള്ള ജോണി വാക്കറിന്റെ വലിയ ലിറ്റർ കണക്കിനുള്ളത്, കുറെ സിഗരറ്റ്. അമ്മക്ക് എനിക്കറിയില്ല. അല്ല, ഇത് വേറൊരു സാധനം എൻ്റെ ഉണ്ടായിരുന്നാണത്. ഇത് വേറൊരു ഫ്രണ്ടിൻ്റെ ആണത്. അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഒരു സ്റ്റൗട്ടായിട്ടൊരു വൈറ്റ് ഒരു പെണ്ണ്, ഭയങ്കര ജിമ്മ്, സൈഡിൽ ഇതൊക്കെ ഉണ്ട്, സ്റ്റിക്ക് ഇതൊക്കെ ഉണ്ട്. ഗോ ടു ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഐ ടൂറിസ്റ്റ്? ഞാൻ ടൂറിസ്റ്റ് എന്നാണ് കേട്ടത്. അവരുടെ ആക്സെന്റ് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. യെസ്, അവർ ടെററിസ്റ്റ് എന്നാണ് ചോദിച്ചത്. ഐ ടൂറിസ്റ്റ്. യെസ് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അപ്പൊ അവർ ആദ്യമായിട്ടാണ് അങ്ങനെ ഒറ്റയടിക്ക് തന്നെ ആദ്യത്തെ ചോദ്യം തന്നെ സമ്മതിക്കുന്നത്. സാധാരണ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടൊക്കെയാണ്. ഇതൊറ്റ ചോദ്യത്തിൽ തന്നെ അത് അഭിമാനത്തോടെ. പിന്നെ എനിക്ക് സംഭവം മനസ്സിലായത്, പാസ്പോർട്ടൊക്കെ നോക്കി മാറ്റുകയാണ് എന്നെ. പുറത്തേതോ വണ്ടി വരും എന്നെ കൊണ്ടുപോകാൻ പോകണം. അപ്പോൾ ഇഷ്യൂ പിന്നെയാണ് എനിക്ക് എൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, ഐ എം എ ക്രിസ്ത്യൻ. കാരണം എനിക്ക് പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായി. മറ്റേ കഴുത്തിൽ ക്രോസ് ഉണ്ടായിരുന്നു, അതെടുത്ത് കാണിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ഹൂ ഇസ് യുവർ ടീം ലീഡർ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഞാൻ ജയിലിലായി, ഇവനും വേണം കൂടെ. ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇവൻ രക്ഷപ്പെടരുത്, അങ്ങനത്തെ ഒരു സംഭവം. ഞാൻ ഉടനെ ഹീസ് ദ ടീം ലീഡർ. അപ്പോൾ അവർ നോക്കിയപ്പോൾ ടീം ലീഡർ നമ്മുടെ മഞ്ഞയില്ലേ, നടി മഞ്ഞയുടെ മറ്റേ ഈ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക. എവിടെ? മഞ്ഞ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഇറക്കമുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. അതിന്റെ പുറകിൽ ഒളിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ടീം ലീഡറിന്റെ ഒരു എൻട്രി. ആ എൻട്രി തന്നെ ഇവർ ചിരിച്ചു പോയി. അവര് ചിരിച്ച് സംഭവത്തിൽ ലൂസായി. അപ്പൊ ഈ ടീം ലീഡർ ഓരോ ബോംബ് എന്ന് ചോദിച്ചു. അപ്പൊ ആദ്യമായിട്ടാണ് അവർ ഇങ്ങനെ ഒരു ടെററിസ്റ്റിന്റെ ഹെഡിനെ കാണുന്നത്. ഇങ്ങനെയുള്ളൊരു ഓപ്പറേഷനാണ്, ഇത്രയും ബുദ്ധിപൂർവമായ ഓപ്പറേഷൻ അറിയില്ല അവർക്ക്. കംപ്ലീറ്റ് നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ യൂസഫ് നാമത് മറ്റു പറിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും ആരും എന്നെ പരിചയം കാണിക്കുന്നില്ല. ഇവൻ ധൈര്യപൂർവ്വം ഇങ്ങോട്ട് വന്നു. എന്താ പ്രശ്നം? പ്രശ്നം എന്താണ്? ഇവന് അറിയാം ജയിലിൽ കിടന്നാലേ ഇടയിൽ കൂടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അവന്റെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ല, അത് മാത്രമല്ല, ഈ അമേരിക്കയിലൊക്കെ ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും എല്ലാ പോലീസുകാരും, ചില പോലീസുകാർക്ക് എന്നോടൊരു വാത്സല്യമാണ്, ലേഡീസ്. അപ്പൊ അവരൊക്കെ എടുത്തിട്ട് നമ്മളെങ്ങനെ മറ്റേ എമിഗ്രേഷനിലൊക്കെ കാണിക്കുകയും അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നി ഈ നമ്പർ ഒന്ന് ഒന്ന് നോക്കിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെന്നിട്ട് അവരോട് ഇങ്ങനെ സംസാരിച്ചു. ആള് പാവാണ്, നാട്ടിൽ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ദയവേതൊന്ന് ഇറക്കി വിട്, പാവം രക്ഷപ്പെട്ടോട്ടെ നാട്ടിൽ നിന്നൊക്കെ. പക്ഷെ ഈ ഗെറ്റപ്പിലായിരുന്നു ഒരു കാലത്ത് ഇറങ്ങാൻ പോയില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അന്ന് ഇതിലൊക്കെ വേറൊരു ഇതിലായത് കൊണ്ട് കണ്ണിന് മാത്രമേ ടെററിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫുള്ള് ഞാൻ അതാ നോക്കിയത്, സൂക്ഷിച്ച് നോക്കിയത്. കാരണം പുതിയ സിനിമയിലെ ഗെറ്റപ്പാണ്. പക്ഷെ ശരിക്കും പേടിച്ചു അല്ലേ? പേളിക്ക് പേടിയുണ്ടോ? ഇല്ല. നമ്മളെന്തിനു പേടിക്കണം? നമുക്ക് ഓടാൻ അറിയാലോ, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്താ പറ്റിയത്? ലാസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് വിട്ട് സംഭവമൊക്കെ വിട്ടു. ഷിക്കാഗോ എയർപോർട്ടിലാണ്. പക്ഷെ കുറെ അവരുടെ ഒരു സെക്യൂരിറ്റിയുടെ ഒരു ശക്തിയാണ് ഓർക്കുന്നത്. ഒരു 3-4 മാസം കഴിഞ്ഞ് അവർ കയറിയപ്പോൾ പറഞ്ഞു, ഇനി ആരും സംസാരിക്കരുത്, ഫ്ലൈറ്റിൽ അവിടെ തന്നെ ഇരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുതെന്നൊക്കെ പറഞ്ഞ് സംഭവം എന്നെ വിട്ടു. പക്ഷെ ഒരു 3-5 മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു എൻക്വയറിയുടെ ഒരു നോട്ടീസ് വീട്ടിൽ വന്നേക്കണം. ഞങ്ങൾ നോക്കിയത് സിവിൽ കേസായിട്ട് എടുത്തിരിക്കുകയാണ്. $500 നിങ്ങൾ അടക്കണം, നിങ്ങൾ ചെയ്തൊരു പാസഞ്ചർ എടുക്കേണ്ട ഇതുണ്ട്, പ്രിക്കോഷൻസ് ഉണ്ട്, അത് നിങ്ങൾ എടുത്തിട്ടില്ല.
വീണ്ടും അപ്പൊ ഇനി ഇവിടെ വന്നാൽ അവർ പിടിക്കുമെന്ന് എനിക്ക് ടെൻഷനായി. പിന്നെ ഞാൻ അങ്ങോട്ട് അയച്ചു നോട്ടീസ്, ഞാൻ ഇന്ന പോലെ ആർട്ടിസ്റ്റാണ്, ഇന്ന ചാനലിൽ എന്ന് പറഞ്ഞാൽ അവർ നോക്കി. പിന്നെ വീണ്ടും $250 അടക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നീ അടച്ചെന്ന് പറഞ്ഞു. ഞാൻ അടക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എപ്പോഴും എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഒരു വിറവില്ല, വെറുതെ ആണെങ്കിലും പേടിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും ഒരു വിറയലുണ്ട് പൊതുവെ. അതുകൊണ്ട് ഇപ്പൊ പാസ്പോർട്ട് എടുക്കുന്ന പോലെ തന്നെ ഇവന് പെന്നെയും കൊണ്ടുപോകും. ആണോ? എപ്പോഴേലും എവിടെയെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ. അതുകൊണ്ട് ഇപ്പം വിദേശ പ്രോഗ്രാമുകൾക്ക് പോകുമ്പം ആദ്യം പറയുന്ന പേര് എൻ്റെയാ, പുള്ളി വേണം കേട്ടോ. കാരണം എവിടെയാണ് ഇവര് തട്ടികേട് പറ്റുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ.